ഓൾ ടെൻസസിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ, സെൻറ്റൻസ് സ്ട്രക്ചർ പാർട്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഗ്രാമർ റൂൾസ് മനസ്സിലാക്കി ശരിയായ രീതിയിൽ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാനുള്ളതാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഐ സീ ഹിം എവരി വീക്ക്. ഞാൻ അവനെ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. ശാസ്ത്രീയ സത്യങ്ങളും പറയാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. പതിവായി ചെയ്യുന്ന മറ്റൊന്നുകൂടി നോക്കാം. ദേ വാക്ക് എവരി മോർണിംഗ്. അവർ എന്നും രാവിലെ നടക്കാറുണ്ട്. പതിവായി ചെയ്യാറുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയാറ്? അതായത് കാണാറുണ്ട്, നടക്കാറുണ്ട്, പഠിക്കാറുണ്ട്, ഇതുപോലെ അല്ലേ? ഇനി സെൻറ്റൻസ് സ്ട്രക്ചർ. ഇതിൽ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 1. സബ്ജക്റ്റാണ് തുടക്കത്തിൽ വരാനുള്ളത്. 2. മെയിൻ വേർബ്. 3. ടൈം എക്സ്പ്രഷൻ. എവരി മോർണിംഗ് സമയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. സബ്ജക്റ്റ് ദേ മാത്രമല്ലാതെ എല്ലാം കൊണ്ടുവരാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. സബ്ജക്റ്റിനെ 2ആയി തിരിക്കാം. ഐ, യു, വി, ദേ. ഒന്നിൽ കൂടുതൽ വ്യക്തികളോ വസ്തുക്കളോ ആണ് പ്രവൃത്തി, അതായത് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ് പ്ലൂരൽ. ഹി, ഷീ, ഇറ്റ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ആണ് പ്രവൃത്തി, അതായത് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ. ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ മെയിൻ വേർബിൻ്റെ ബേസ് ഫോമാണ് കൊടുക്കേണ്ടത്. വാക്ക്, കം, ഗോ, ടീച്ച്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മെയിൻ വേർബ് ബേസ് ഫോമിൻ്റെ അവസാന ഭാഗത്ത് എസ് അല്ലെങ്കിൽ ഇ എസ് വരും. വാക്ക്, വാക്സ്, കം, കംസ്, ഗോ, ഗോസ്, ടീച്ച്, ടീച്ചസ് എന്നായി മാറും. വെർബ് എൻഡിങ് ഇൻ ഒ, സി എച്ച്, എസ് എച്ച്, എസ് എസ്, എക്സ് ആണെങ്കിൽ ഇ എസ് വേണം കൊടുക്കാൻ. മെയിൻ വേർബ്സിൻ്റെ ടേബിൾ ഒന്ന് കണ്ടുവരാം. മെയിൻ വേർബ്സ് 4 ഫോംസിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. V1, V2, V3, V4. ടെൻസ് വരുന്നതിനു അനുസരിച്ച് ഫോമിൽ മാറ്റം വരും. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് വരുമ്പോൾ V1 ഫോമാണ് കൊടുക്കേണ്ടത്, അതായത് ബേസ് ഫോം. ഈ ഒരു ടെൻസിൽ സബ്ജക്റ്റ് ഐ പ്ലൂരലിൻ്റെ കൂടെയാണ് വരാറ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരുമ്പോൾ 1. ഓക്സിലറി വേർബ് സബ്ജക്റ്റിന് മുൻപ് കൊടുക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഓക്സിലറി വേർബ് ഡു ആണ് സബ്ജക്റ്റിന് മുൻപ് കൊടുക്കേണ്ടത്. ഡു ദേ വാക്ക് എവരി മോർണിംഗ്. അവർ എന്നും രാവിലെ നടക്കാറുണ്ടോ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വേർബ് ഡസ് വേണം സബ്ജക്റ്റിന് മുൻപ് കൊടുക്കാൻ. ഡസ് ഷീ വാക്ക് എവരി മോർണിംഗ്. അവൾ എന്നും രാവിലെ നടക്കാറുണ്ടോ? രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ വരുന്ന നേരത്ത് സബ്ജക്റ്റ് ഏത് വന്നാലും മെയിൻ വേർബ് ബേസ് ഫോം മാത്രം കൊടുത്താൽ മതി. കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് കൊടുക്കേണ്ടതില്ല. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ 1. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഓക്സിലറി വേർബ് ഡു പ്ലസ് നോട്ട് സബ്ജക്റ്റിന് ശേഷം കൊടുക്കണം. ദേ ഡു നോട്ട് വാക്ക് എവരി മോർണിംഗ്. അവർ എന്നും രാവിലെ നടക്കാറില്ല. ഡു നോട്ടിൻ്റെ ഷോർട്ട് ഡോണ്ട്. 2. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വേർബ് ഡസ് പ്ലസ് നോട്ട് സബ്ജക്റ്റിന് ശേഷം കൊടുക്കണം. ഷീ ഡസ് നോട്ട് വാക്ക് എവരി മോർണിംഗ്. അവൾ എന്നും രാവിലെ നടക്കാറില്ല. ഡസ് നോട്ടിൻ്റെ ഷോർട്ട് ഡസൻറ്റ്. ഇവിടെയും മെയിൻ വേർബ് ബേസ് ഫോം മാത്രം കൊടുത്താൽ മതി. കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് കൊടുക്കേണ്ടതില്ല. താങ്ക് യു.